ഗുഡ് മോർണിംഗ്. ഇന്നൊരു ചരിത്രം കൂടെ പറഞ്ഞിട്ട് വേണം ഈ ഒരു ഗെയിം പോകാനായിട്ട്. ഈ ഒരു ഗെയിം ഓഡ്മാർ എന്നാണ് ഈ ഒരു ഗെയിമിൻ്റെ പേര്. ഇത് വൈക്കിങ്ങുകൾ എന്ന് പറയുന്ന 8-ാം നൂറ്റാണ്ടിനിടയ്ക്കും 11-ാം നൂറ്റാണ്ടിനിടയ്ക്കും ജീവിച്ചിരുന്ന സ്കാൻഡിനേവിയ രാജ്യങ്ങൾ, ഇന്നത്തെ ഡെൻമാർക്ക് അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ ജീവിച്ചിരുന്ന വൈക്കിംഗ് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നു. അവർ വാറിയേഴ്സായിരുന്നു, ട്രേഡേഴ്സായിരുന്നു, ഒരുപാട് യുദ്ധം ചെയ്യുന്ന ആൾക്കാരായിരുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം അവരുടെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട രീതിയിലുള്ള ഒരു ചെറിയ ഗെയിമാണ്. ചെറുതല്ല സംഭവം. ഗ്രാഫിക്കലി ഇത് കുറേ സംഭവങ്ങളുണ്ട് ഇതുമായിട്ട്. ഞാൻ ആ ഗെയിം കണ്ട് അതിന് പതുക്കെ കയറി. അതിനകത്ത് ഓഡ്മാർ എന്നും പറഞ്ഞൊരു ക്യാരക്ടറിൻ്റെ പേരിലാണ് ആക്ച്വലി ഈ ഗെയിം ഫുള്ള് റൺ ചെയ്യുന്നത്. അപ്പോൾ ഓഡ്മാറിൻ്റെ അവരുടെ ഒരു ഏജ് കഴിയുമ്പോഴത്തേക്ക് അവർ പാരൻസിൽ നിന്ന് മാറി ഇൻഡിവിജ്വലായിട്ട് ജീവിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ ഓഡ്മാറിനൊരു ഫ്രണ്ടും ഉണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും കൂടെ ഇങ്ങനെ ജീവിക്കുന്നതും അതിനിടയിൽ ഉണ്ടാകുന്ന ചില സംഭവങ്ങളും ഒക്കെയാണ് ആക്ച്വലി കഥയിൽ പോകുന്നത്. അപ്പം ഓഡ്മാർ വെറുതെ ഇങ്ങനെ ലേസി ആയിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓഡ്മാറിനെ അവരുടെ ഈ ചീഫായിട്ടുള്ള ആൾ, അവരുടെ വൈക്കിംഗ് കമ്മ്യൂണിറ്റിയുടെ ചീഫായിട്ടുള്ള ആൾ അയാളുടെ വ്യക്തിപരമായിട്ടുള്ള ചില ഇഷ്ടങ്ങൾക്കും പ്രശ്നങ്ങൾക്കും ഒക്കെ വേണ്ടി അയാൾ ഈ യുദ്ധം ചെയ്യാനും മറ്റുമായിട്ടൊക്കെ ചെയ്യുന്നതും അവസാനം ഓഡ്മാർ അവിടെ നിന്ന് ഓടി അയാളുടേതായിട്ടുള്ളൊരു വഴിയിൽ പോകുന്നതൊക്കെയാണ് സംഭവം കഥ. ഗെയിം ഭയങ്കര രസമാണ്. അതായത് അവരിൽ നിന്നും, അതായത് അയാളുടെ കമ്മ്യൂണിറ്റിയിൽ നിന്നും അയാളും ഓഡ്മാർ ചീഫിൻ്റെ കളിയാക്കൽ സഹിക്കാതെ അയാൾ അവിടുന്ന് പുറത്തോട്ട് പോകുന്നു. അങ്ങനെയാണ് സംഭവം കഥ. ഓഡ്മാർ പുറത്തോട്ട് പോകുന്നുണ്ട്. ഇതിൽ ആക്ച്വലി ഭയങ്കര രസമാണ് ഈ കഥ ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. നമുക്ക് ആ ഗെയിം ഇന്നർ സൈഡിലോട്ട് കിടക്കുമ്പോഴത്തേക്ക് ഭയങ്കര രസകരമാണ്. നമ്മൾ പഴയ പ്രിൻസ് ഓഫ് പേർഷ്യ പോലെ, അല്ലെങ്കിൽ ഡേവ് എന്നൊക്കെ പറയുന്ന പോലെ വഴിയിലുള്ള പല സാധനങ്ങളെയും ഇങ്ങനെ കീഴടക്കി ഒക്കെ മുന്നോട്ട് പോകുന്നതൊക്കെയാണ് കഥ. ഇത് ഓഡ്മാറിന് ഒരു സ്വപ്നം കാണുന്നത്. ഓഡ്മാർ പഴയ അയാളുടെ മരിച്ചുപോയ ഈ ഓഡ്മാറിൻ്റെ സുഹൃത്തിനെ അവരുടെ കിങ് ചീഫാണ് കൊന്നളഞ്ഞത്. വാസ്കർ എന്നാണ് അയാളുടെ പേര്. ഇവർ രണ്ടുപേരും ഒരുമിച്ച് നിൽക്കുന്നത് കാണുന്നതും ഒക്കെയാണ് കഥ. അങ്ങനെ നമ്മൾ ഓഡ്മാറിനെ യാത്രയ്ക്ക് തയ്യാറെടുക്കുന്നു. ഇവിടെ പഴയ പോലെ തന്നെ നമ്മൾ റൈറ്റ് തമ്പ് വെച്ച്, ആദ്യം ലെഫ്റ്റ് തമ്പാണ് അവർ പറയുന്നത്. ലെഫ്റ്റ് തമ്പ് വെച്ചിട്ട് ഇതിൻ്റെ മൂവ്മെൻറ്റ് കൺട്രോൾ ചെയ്യുന്നതും റൈറ്റ് തമ്പ് വെച്ചിട്ട് ജമ്പ് ചെയ്യുന്നതുമാണ് ഇവിടെ. ഈ ഇതിലുള്ളൊരു വഴി കൂടെ ഇങ്ങനെ മുന്നോട്ട് പോകും. വഴി ആൻഡ് ഗ്രാഫിക്സ് അത് ഒരു രക്ഷയില്ല, പറയാതിരിക്കാൻ കഴിയില്ല. ഇടയ്ക്ക് നമ്മൾ മറ്റേ ഇതിലൊക്കെ കാണുന്ന പോലെ, സൂപ്പർ മാരിയോയിലൊക്കെ കാണുന്നത് പോലെ ഇടയ്ക്ക് നമുക്ക് ചില ഗിഫ്റ്റുകൾ, സ്കോർ ഒക്കെ നമുക്ക് കിട്ടും. ഈ ഗോൾഡൻ ട്രയാങ്കിൾസാണ് ആക്ച്വലി നമുക്ക് സ്കോറായിട്ട് കിട്ടുന്നത്. ഇതിൻ്റെ ഫസ്റ്റ് ഓട്ടോമാറ്റിക്കലി നമ്മൾ വഴി തുറക്കുന്നതിനോടൊപ്പം തന്നെ നമ്മളിതെങ്ങനെ മൂവ് ചെയ്യണം എന്നുള്ളത് പഠിക്കുകയാണ്. അങ്ങനെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു ഇൻഡിവിജ്വലി ഒരു പ്രത്യേക ട്രെയിനിങ്, ആദ്യം വലിയ ട്രെയിനിങ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും അതിനകത്ത് വരുന്നില്ല. ജസ്റ്റ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് മൂവ്മെൻ്റ് ഉണ്ട്. അതിനോടൊപ്പം ഓട്ടോമാറ്റിക്കലി നമ്മൾ ജമ്പ് ചെയ്യാനും ഒക്കെ പഠിക്കും. അപ്പം അങ്ങനെയാണ് ഒരു ഗെയിം. നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട്. ഈ പോകുന്ന വഴിയിലെല്ലാം ഈ ഗോൾഡൻ ട്രയാങ്കിളുണ്ട്. നമ്മളത് ക്യാച്ച് ചെയ്യുന്നുണ്ട്. അവിടെ നിന്ന് ഈ ഹൈറ്റുള്ള സ്ഥലത്ത് റൈറ്റ് സൈഡിൽ ജമ്പ് ചെയ്യാനുള്ളൊരു ഇൻസ്ട്രക്ഷൻസ് തരുന്നുണ്ട്. പോകുന്ന വഴി തന്നെ നമ്മൾ ട്രെയിൻ ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം. പരമാവധി നമ്മൾ ഈ ഒരു ട്രയാങ്കിളൊക്കെ ഗോൾഡൻ ട്രയാങ്കിളൊക്കെ കളക്ട് ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പം നമുക്ക് 33 ട്രയാങ്കിളായിട്ടുണ്ട്. ഇതിൽ ഇതുവരെ ഞാൻ കുറച്ച് ദൂരമേ സഞ്ചരിച്ചിട്ടുള്ളൂ. അതുമല്ല, അതിനകത്തെങ്ങും ഒരു ഒപ്പോണൻസ് ആയിട്ട് വരുന്നത് കാണാൻ പറ്റുന്നില്ല. സാധാരണ നമ്മൾ ഈ സൂപ്പർ മാരിയോയിലൊക്കെ ഒപ്പോണൻസ് വരുന്നത് കാണാൻ പറ്റും. അങ്ങനത്തെ പരിപാടിയൊന്നും ഇതിനകത്ത് വന്നിട്ടില്ല. ജസ്റ്റ് നോർമൽ ഒരു യാത്ര ഒക്കെ നമ്മൾ ഇങ്ങനെ പോകുന്നതിനിടയ്ക്ക് പോകുന്ന വഴിയിൽ കാണുന്ന ഇത് ഒരു ഒപ്പോണൻ്റ് ആണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇതൊന്നും ഒപ്പോണൻസ് അല്ല. നമ്മൾ ഈ ബോട്ടിൽ കൂടിയൊക്കെ ഇങ്ങനെ ജമ്പ് ചെയ്ത് ആ ട്രയാങ്കിൾ ഞാൻ ഫുള്ള് കളക്ട് ചെയ്യാൻ നോക്കിയിട്ട് പറ്റിയില്ല. അങ്ങനെ അതിനകത്ത് നമ്മൾ ഈ ഉയർന്നു വരുന്ന കുമിഴുണ്ടല്ലോ, ആ കുമിഴിൻ്റെ മുകളിൽ ചവിട്ടിയാൽ നമുക്ക് പിന്നെയും ഉയരത്തിൽ ചാടാൻ പറ്റും. അങ്ങനെയാണ് ഗെയിം സെറ്റ് ചെയ്തിരിക്കുന്നത്. സംഭവം ബേസിക്കലി കുട്ടികൾക്കൊക്കെ ഇങ്ങനെ റൺ ചെയ്ത്, അല്ലെങ്കിൽ അവരുടെ മൂവ്മെൻറ്റ്സ് കറക്റ്റായിട്ട് ഇത് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ഗെയിമാണ്. സിമ്പിൾ ഗെയിമാണ്. വലിയ ബഹളങ്ങളോ ഒന്നും ഇല്ലാത്ത രീതിയിലുള്ളൊരു ഗെയിം. ചാടി നമ്മൾ പോവുകയാണ്. മാക്സിമം
സ്കോർ കളക്ട് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. ഇതിനിടയിൽ നമ്മളിത് ഒരു കുഴിയിലോട്ട് വീണ് പോയിട്ടുണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ കരുതിയത് അവിടെ വെച്ച് ഗെയിം നമ്മൾ തീർന്നു എന്നാണ്. പക്ഷേ ആക്ച്വലി സംഭവിച്ചത് നമ്മൾ ദാവം വീണ്ടും നമ്മളൊരു ഇവിടെ ഒരു കുഴിയിൽ വീഴുന്നുണ്ട്. കുഴിയിൽ വീഴുന്നത് സംഭവം നമ്മുടെ സൂപ്പർ മാരിയോയിൽ മറ്റേ ടണലിനകത്തോട്ട് പോകുന്ന പോലുള്ളൊരു എഫക്റ്റാണ്. അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ അതിൽ പോകുമ്പം അവിടെ നിന്ന് ഉള്ള ബാക്കി ഗെയിം നമുക്ക് കാണാൻ പറ്റും. അത് ഞാൻ കുറച്ച് നമ്മൾ ഡൗണിൽ പോയിട്ടുണ്ട്. അവിടെ നമ്മൾ സൂപ്പർ മാരിയോയിൽ മറ്റേ ടണലിൽ വീഴുന്ന കണക്കത് ഒരു ടണലിനകത്ത് വീണിട്ടുണ്ട്. ഈ ടണലിൽ പഴയ പോലെ തന്നെ നമ്മൾ കുറച്ച് ഇത് വരുന്നുണ്ട്. നമുക്കവിടെ സ്കോറുകൾ എടുക്കാം. ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം നമ്മൾ ഈ വലിയൊരു കുമിളിൻ്റെ മുകളിൽ ചവിട്ടുമ്പോൾ നമ്മൾ നല്ല ഹൈയിൽ ചാടാൻ പറ്റുന്നുണ്ട്. ഇവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടും എന്നുള്ളത് ഞാൻ കുറച്ച് സ്പീഡിൽ കാണിച്ചു തരാം. ഈ സ്പീഡിൽ കാണിച്ചു തരാമെന്ന് വേറെ ഒന്നും കൊണ്ടല്ല, പലപ്പോഴും നമ്മൾ ജമ്പ് ചെയ്യുമ്പം കറക്റ്റായിട്ട് അത് എങ്ങനെ ഇതിൻ്റെ മുകളിൽ കയറണമെന്നൊരു ഐഡിയ കിട്ടുന്നില്ല. അപ്പോഴാണ് വളരെ ബുദ്ധിപരമായി ഈ കിടക്കുന്ന വണ്ടിയെ പതുക്കെ തള്ളി നമ്മൾക്ക് കയറാനുള്ള സ്ഥലത്തിൻ്റെ മുകളിലെത്തി അവിടെ നിന്ന് ആ കുമ്മിളിൽ ചാടിയാണ് ടോപ്പിലോട്ട് കയറുന്നത്. ഈ ടോപ്പിലോട്ട് കയറുന്ന ഈ കയറുന്ന പലപ്പോഴും താഴെ വീഴുന്നുണ്ട്. 2-3 പ്രാവശ്യം വീഴുന്നുണ്ട്. ഇവിടെ നിന്ന് ചാടി അപ്പുറത്തെ കയറിലും അടുത്ത കയറിലും ചാടി വീണ്ടും താഴെ വീണു. പക്ഷേ അവിടെ നിന്ന് പിന്നെ പതുക്കെ അത് പഠിച്ച് ഒരു കയറിൽ നിന്ന് മറു കയറിലോട്ട് ചാടി സ്കോറിലെത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് ഈ മുകളിലോട്ടുള്ള കയറിൽ പിടിച്ച് കയറി ടോപ്പിൽ എത്തി വെളിയിൽ പഴയ വന്നു. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ബാക്കി ഭാഗം നമുക്ക് അടുത്ത തവണ കാണാം. നമ്മളിതാ കയറിൽ തൂങ്ങി മുകളിലെത്തിയിട്ടുണ്ട്. ഓക്കെ, ബാക്കി ഭാഗമായിട്ട് വീണ്ടും കാണാം. ഹാവ് എ ഹാപ്പി ഡേ.